കുറച്ചധികം കഷ്ടപ്പെട്ടെ നിന്റെ നമ്പർ ഒന്ന് കിട്ടാനായിട്ട്. അവസാനം എങ്ങനെ ഒപ്പിച്ചു? ചാജിപ്പിറ്റോട് ചോദിച്ചു. തമാശ ഒന്നും പഴയ പോലെ ഇഷ്ടമല്ലല്ലേ? കോമഡി ഇഷ്ടപ്പെടുന്നൊരു ടൈം ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ പോയി. ഈ ലൈഫിൽ ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റും. നിനക്ക് ലൈഫിൽ എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നോളെ. എടാ, ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഈ ഗ്ലാസ് പോലെയാ, ഒരു പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പഴയ പോലെ ആവില്ല. എടി അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാടി ജർമ്മനിക്ക് പോണേ? ഓ, അപ്പം അതറിയാനാണ് പഴയ നൊസ്റ്റാൾജി ഒക്കെ പിടിച്ചോണ്ട് വന്നേ അല്ലേ? എടി ഒന്ന് പറഞ്ഞാടി, ഞാൻ ഒന്ന് രക്ഷപ്പെട്ടെ. ഞാൻ എൻ്റെ വിസ സെറ്റാക്കിയത് EIG ഓവർസീസ് എന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴിയാണ്. എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെ? അവിടെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി 1 year എങ്കിലും നിൽക്കാൻ പറ്റും. പിന്നെ ആകെ വേണ്ടത് ഡിപ്ലോമയോ ഡിഗ്രിയോ ഏതെങ്കിലും എടുത്താൽ മതി. നീ ജർമ്മനൊക്കെ എപ്പോൾ പോയി പഠിച്ചു? അവിടെ 1 year പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഇതൊന്നും ആവശ്യമില്ല. ആകെ വേണ്ടത് ബ്ലോക്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കാണിച്ചാൽ മതി. ആണല്ലേ? അപ്പോൾ കുറേ പൈസ ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കില്ലേ? യെസ്, നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, വർക്ക് വിസ കിട്ടുന്നവരെ ഒരു 3 വർഷമെങ്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ജർമ്മനി നിൽക്കാനും പറ്റും. അപ്പം അറിയേണ്ട എല്ലാം മുന്നേ അറിഞ്ഞല്ലോ, എന്നാ വിട്ടോ. എടി മറ്റേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചേ. എന്ത്? ലൈഫിലൊരു സെക്കൻഡ് ചാൻസേ. എടി നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് താഴെ കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റീൽ ഗ്ലാസ് വാങ്ങും, ഒരിക്കലും പൊട്ടാത്ത സ്റ്റീൽ ഗ്ലാസ്. ചിരിച്ച് എടി നമുക്ക് രണ്ടുപേർക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ജർമ്മനി പോയി ലൈഫ് അങ്ങ് സെറ്റാക്കാണ്. നോക്കാം. താങ്ക് യു.